സംസ്ഥാനത്ത് അരിവില പിടിച്ചു നിർത്തുന്നതിനായി കുറഞ്ഞ വിലയ്ക്ക് അരി മാർച്ച് 10-ന് മുൻപ് എത്തിക്കുമെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ബംഗാളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അരി കൺസ്യൂമർ ഫെഡ് വഴി വിതരണം ചെയ്യും. അതിരപ്പള്ളി പദ്ധതിക്കുള്ള സ്ഥലമേറ്റെടുപ്പ് പുരോഗമിക്കുന്നതായി മന്ത്രി എം എം മണി സഭയെ അറിയിച്ചു. അതേസമയം അരിയുടെ വില അതിഗണ്യമായി തന്നെ ഉയരുന്നു. ഇതിന്റെ കാരണങ്ങൾ, പോംവഴികൾ, ഇതൊക്കെ തന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ തത്സമയം ചേരും. ഒപ്പം KPCC ജനറൽ സെക്രട്ടറി ശരത്ചന്ദ്ര പ്രസാദ്, BJP വക്താവ് MS കുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ SR ശക്തിധരൻ എന്നിവരും ചർച്ചയിൽ പങ്കുചേരുന്നു. മന്ത്രി പി തിലോത്തമനിലേക്ക്. മിനിസ്റ്റർ, ജനുവരി മാസത്തെ കണക്കുകൾ പരിശോധിക്കാം. അരിയുടെ വിലയായി നമ്മൾ താരതമ്യ പഠനത്തിൽ ഒരുപക്ഷെ വിധേയമാക്കിയാൽ അതിസൂക്ഷ്മമായി ഒന്നും പോകേണ്ടതില്ല. പുറമേ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് 35 രൂപയുണ്ടായിരുന്ന ജയ അരി അതിന്നിപ്പോൾ 48 എത്തി നിൽക്കുന്നു. മട്ട അരി 34-ൽ നിന്ന് 46-ലേക്ക് വലിയൊരു കുതിപ്പ്. അത്രത്തോളം കാഠിന്യമായ നിലയിലേക്ക് വിലക്കയറ്റം അരിയുടെ മാത്രം. ഒപ്പം പഞ്ചസാര, പച്ചരി. അതേസമയം തന്നെ ധാന്യ വിലയൊക്കെ അതിൽ ഗണ്യമായ കുറവ്, ഏറ്റക്കുറച്ചിൽ വരികയും ചെയ്യുന്നു. അരിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കൃത്യമായ കാരണങ്ങൾ സർക്കാർ പരിശോധിക്കുന്നുണ്ടോ? എന്ത് പോംവഴി, ഇടപെടൽ സർക്കാർ നടത്താനാകും? അരിയുടെ വിലയിൽ കഴിഞ്ഞ 3 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ പൊതുവിൽ ചെറിയൊരു വിലവർധന ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അരിയുടെ വിലവർധനവ് കൂടിയ നിലവാരത്തിലുള്ളത് ആന്ധ്രയിൽ നിന്നുള്ള ജയ ഉൾപ്പെടെയുള്ള അരികൾക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ അരിക്കൊന്നും അത്ര വലിയ വില കൂടിയിട്ടില്ല. ആന്ധ്ര ജയ അരിക്ക് 1 കിലോയ്ക്ക് 10-11 രൂപയുടെ വർധനവുണ്ടായി കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ. ആന്ധ്ര ജയ അരിയുടെ വരവ് കേരളത്തിലേക്ക് കുറഞ്ഞു. എന്നാൽ നമ്മുടെ ആവശ്യക്കാർ കൂടുതലും കേരളത്തിൽ ഏതാണ്ട് എറണാകുളം മുതൽ തെക്കോട്ട് തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആന്ധ്ര ജയ അരിയാണ്. ആ ഡിമാൻഡ് കൂടി ഇങ്ങോട്ട് വരുന്ന അരിയുടെ അളവ് കുറവും ഡിമാൻഡ് കൂടുതലും ആയപ്പോൾ അരിക്ക് സ്വാഭാവികമായും വിലവർധനമുണ്ടായി. ഈ സന്ദർഭം ആന്ധ്ര അരി ഇങ്ങോട്ട് കച്ചവടം ചെയ്ത് ഇവിടെ നമ്മുടെ ഹോൾസെയിൽ ഉടമകൾക്ക് നൽകുന്ന ഏജൻസി പൊതുവിൽ മിക്കവാറും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കൊല്ലം കേന്ദ്രീകരിച്ചുള്ള ഏജന്റുമാരാണ്. അവർ ഈ സന്ദർഭം ഏതാണ്ട് മുതലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് അതിന് ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കുറെ കൂടി വില കുറച്ച് അരി തരാൻ നമുക്ക് ഇവിടെ ആളുകൾ തയ്യാറായി, കച്ചവടക്കാർ തയ്യാറായി എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഏറ്റവും ഒടുവിൽ ബോധ്യപ്പെട്ടൊരു വസ്തുത. ആന്ധ്ര ജയ അരിയുടെ നമ്മുടെ ഡിമാൻഡ് അത് അവർ നല്ലവണ്ണം ഉപയോഗിക്കുന്നു. എന്നാൽ ആന്ധ്ര ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവിലുണ്ടായിട്ടുള്ള അതികഠിനമായ വരൾച്ച അരിയുടെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കിയിരിക്കുന്നു. അതാണ് അരിക്ക് പൊതുവിലുണ്ടായ വിലവർധനവിന് കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന ജയ അരിയുടെ, ആന്ധ്ര അരിയുടെ അളവിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ തന്നെയാണ് ആന്ധ്ര ജയ അരിക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും വലിയ ഡിമാൻഡുണ്ടായി വലിയ തോതിൽ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു എന്നതും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ പൊതുവിൽ രാജ്യത്തുണ്ടായിട്ടുള്ള വരൾച്ച, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനക്കുറവ്, നമ്മുടെ സംസ്ഥാനത്ത് വിശേഷിച്ച് നമ്മുടെ റേഷൻ വിതരണത്തിനുണ്ടായ ചെറിയ ഒരു പ്രയാസം, മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന അളവിൽ അരി കിട്ടാത്തത്, ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ അരിവിലയിൽ വർധന ഉണ്ടാക്കുന്നതിന് സഹായകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസം മുതലാണ് നാം ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കിയത്. നാം ഏതാണ്ട് കുറച്ച് സാവകാശം ചോദിച്ചു, ഒരു 6 മാസത്തേത്. നമുക്ക് നല്ലവണ്ണം ഒരുങ്ങി കുറ്റമറ്റൊരു മുൻഗണനാ പട്ടിക തയ്യാറാക്കി വിതരണക്രമം എല്ലാ അർത്ഥത്തിലും നല്ലവണ്ണം ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നാം കേന്ദ്രത്തോട് ചോദിച്ചു സമയം, ഒരു 6 മാസം. എന്നാൽ കേന്ദ്രം അങ്ങനെ നമുക്ക് അനുവാദം തന്നില്ല. നിങ്ങൾ ഉടനടി ഇത് NFSA പ്രകാരം അരി കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് NFSA പറയുന്ന പ്രകാരമുള്ള 14.4 ലക്ഷം മെട്രിക് ടൺ ധാന്യം നിങ്ങൾക്ക് കിട്ടാം. കേന്ദ്രത്തിൽ അല്ലെങ്കിൽ റേഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ തിലോത്തമൻ, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, അതായത് ബാഹ്യ ഘടകങ്ങൾ ഒരുപാട് ഉണ്ട്. അതിൻ്റെയൊക്കെ തന്നെ സ്വാധീനം മൂലമാണ് ഒരുപക്ഷെ ഈ ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ചില
സ്വാധീനങ്ങളുടെ ഒക്കെ തന്നെ ഭാഗമായി കേരളത്തിൽ പ്രത്യേകിച്ച് ജയ അരിയുടെ കാര്യത്തിൽ വർധനവ് വരുന്നു. മാത്രമല്ല ഇതിൽ മുതലെടുക്കാൻ വലിയൊരു വിഭാഗമുണ്ട്. സർക്കാരിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഇടപെടൽ സർക്കാർ നടത്തിയിട്ടുണ്ടോ? മിനിസ്റ്റർ അവകാശപ്പെടുന്നത് പോലെ ഈ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ അവകാശപ്പെടുന്നത് പോലെ മാർച്ച് 10-നകം റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വ്യക്തമായൊരു ഇടപെടലിലൂടെ ഇക്കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നൊരു തോന്നലുണ്ടോ? എന്താണ് ഇപ്പോഴും നമുക്ക് കാണാതെ പോകുന്ന ചില ഘടകങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ? സാധാരണ കഴിഞ്ഞൊരു ചർച്ച നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മന്ത്രി തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും മന്ത്രി തന്നെ കുറ്റസമ്മതം പോലെയോ യാഥാർത്ഥ സ്ഥിതിയെ നേർക്കാഴ്ചയോടെ കണ്ടു പറഞ്ഞതാണെങ്കിലും അദ്ദേഹം കുറേ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പറഞ്ഞു. യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ അവിടെയാണ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ആ യാഥാർത്ഥ്യങ്ങൾക്ക് ഉത്തരവാദി ആരാണ്? പൊതുവിപണിയിൽ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഈ പൊതുവിതരണ സമ്പ്രദായം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സമ്പ്രദായത്തിലുണ്ടായ തകർച്ച എന്തുകൊണ്ടുണ്ടായി? കേന്ദ്ര സർക്കാർ തന്ന അരി നമുക്ക് യഥാസമയം എടുക്കാനോ അത് ഉപയോഗപ്പെടുത്താനോ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? അവിടെ എന്തുകൊണ്ടാണ് തൊഴിൽ സമരം ഉണ്ടായത്? ആ തൊഴിൽ സമരം അവിടെ നടത്തിയത് ആരാണ്? ആ തൊഴിൽ സമരം നടത്തിയത് നിയന്ത്രിക്കാൻ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് കഴിയുമായിരുന്നിട്ടും മാസങ്ങളോളം എന്തുകൊണ്ട് റേഷൻ സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ നമ്മൾ അവസരമുണ്ടാക്കി? അതായത് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ബാധ്യത മുഴുവൻ ഈ പുതിയ സർക്കാരിലേക്കാണോ വരുന്നത്? ഞാൻ പറഞ്ഞു കേട്ടെ. അപ്പോൾ അറിയാം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് മന്ത്രി ശ്രീ തിലോത്തമൻ അദ്ദേഹം വ്യക്തിപരമായി എടുത്തൊരു ഇനിഷ്യേറ്റീവ് എനിക്ക് സന്തോഷം. ഞാൻ ഇതേ ചാനലിൽ ആ സമയത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം മറ്റു സംസ്ഥാനങ്ങളിൽ പോയി നമുക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വ്യക്തിപരമായി ഒരു ശ്രമം നടത്തി. താങ്കളിലേക്ക് വരും മുമ്പ് ഞാൻ MS കുമാറിലേക്ക് കൂടി, ശ്രീ MS കുമാർ, അതായത് കേന്ദ്രത്തിന്റെ കൂടി റേഷനിങ് സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടല്ലോ. കാരണം അനിവാര്യമാകേണ്ടിയിരുന്ന ലഭിക്കേണ്ടിയിരുന്ന റേഷൻ നമുക്ക് കിട്ടേണ്ട റേഷനിങ് ഒക്കെ തന്നെ അതിലൊരു തകരാറ് സംഭവിച്ചു. അവിടെ ഒരു വിമർശനമുണ്ട്. അതിനപ്പുറത്തേക്ക് അതുകൂടി എല്ലാം പല ഘടകങ്ങൾ ഒന്നായിട്ട് ശ്രീ തിലോത്തമൻ പറയുകയാണ്. ഈ ഘടകങ്ങളിലേക്ക് എത്തിച്ചതിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു കാരണമായി. താങ്കൾ എങ്ങനെയാണ് മന്ത്രിയുടെ ഈ നിലപാട് എങ്ങനെ കാണുന്നു? ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് ചർച്ചകളല്ല, നമുക്ക് യുക്തമായ മറുപടികൾ, എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ കാര്യങ്ങൾ, അതാണ് വേണ്ടത്. അതിന് നൽകാൻ കഴിയുന്ന മറുപടി. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ തെറ്റിദ്ധരിപ്പിക്കും വിധമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു 6 മാസം കൂടി ഞങ്ങൾ സമയം ചോദിച്ചു, പക്ഷേ അതൊന്നും സാധ്യമല്ല, ഇപ്പം തന്നെ നടപ്പാക്കണം എന്ന് കേന്ദ്രം വാശി വെച്ചു, അതുകൊണ്ട് നമുക്ക് ആവശ്യമായ റേഷൻ കിട്ടുന്നില്ല എന്നാണ്. 2013 കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചതാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. UDF LDF മാറി മാറി ഭരിച്ചു. അതിൽ 5-6 നിബന്ധനകൾ ആ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലുണ്ട്. അതിലേതാണ് നടപ്പാക്കാൻ നമുക്ക് പ്രയാസം എന്ന് നാളിതുവരെ വകുപ്പ് മന്ത്രി കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചിട്ടില്ല. നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. സർവകക്ഷി യോഗത്തിൽ ഞാൻ പങ്കെടുത്താണ്, അതിൽ അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടല്ലോ, ഏതാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ? മുൻഗണനാക്രമ ലിസ്റ്റ് തയ്യാറാക്കാൻ നമുക്ക് സാധിക്കില്ലേ? റേഷൻ കടകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്നുള്ള ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ നിയമം നമുക്ക് നടപ്പാക്കിക്കൂടെ? കേരള സർക്കാരിന് ചിലവില്ല, റേഷൻ കടക്കാർക്ക് ചിലവില്ല, അതിൻ്റെ ഫണ്ട് കേന്ദ്രം തരുന്നതാണ്. ഗോഡൗണുകൾ നമുക്കെടുത്തുകൂടെ വാടകയ്ക്കെങ്കിലും? റേഷൻ കടകളിൽ നേരിട്ട് അരി എത്തിച്ചുകൂടെ? അതിന് GPS സൗകര്യമുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുകൂടെ? ഭക്ഷ്യസുരക്ഷാ നിയമം പറയുന്നത് അർഹരായ ആളുകൾക്ക് അന്നം എത്തിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് നമ്മൾ എന്തുകൊണ്ട് വഴങ്ങുന്നില്ല? ഇന്നിപ്പോൾ അനർഹരായ ധാരാളം പേർ നമ്മുടെ റേഷൻ വാങ്ങുന്നു എന്നൊരു ആരോപണമുണ്ട്. റേഷൻ മൊത്തമായി കരിഞ്ചന്തക്കാരുടെ ഗോഡൗണിലേക്ക് പോകുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഇതിനൊക്കെ പരിഹാരമാകാൻ അർഹരായ ആളുകൾക്ക് റേഷനറി എത്തിക്കാൻ ഇന്ത്യയിൽ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കൊണ്ടുവന്നൊരു പദ്ധതിയെ എന്തുകൊണ്ട് കേരളം അവഗണിക്കുന്നു, കേരളം നടപ്പാക്കാതിരിക്കുന്നു? 29 സംസ്ഥാനങ്ങളുള്ള ഭാരതത്തിൽ 27 ഇടത്തും ഈ നിയമം നടപ്പാക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളം അതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യം. തീർച്ചയായും ശ്രീ MS കുമാർ കൂടി മറുപടി നൽകി ചോദ്യം ഉന്നയിക്കുകയാണ് മിനിസ്റ്റർ. അതിൽ താങ്കളിലേക്ക് വരും മുമ്പ് ശ്രീ SR ശക്തിധരൻ, അതായത് വിമോചന സമരകാലത്തൊക്കെ തന്നെ അരിയിൽ തരാത്ത, തുണി തരാത്ത സർക്കാർ, അത് രാഷ്ട്രീയമായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉയർത്തിയ ആരോപണങ്ങൾ, അതുപോലെ അരിയിൽ ഒരു രാഷ്ട്രീയം ഉണ്ട്, എക്കാലവുമുണ്ട്. അതായത് ചരിത്രങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ പൊതുവിതരണ സമ്പ്രദായമൊക്കെ തന്നെ അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി ഉണ്ടായതാണ്. രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ ചേർത്ത് വെക്കൽ എപ്പോഴുമുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ രാഷ്ട്രീയമായ വിഷയത്തെ ഈ ഒരു വിലക്കയറ്റത്തെ കൊണ്ടുപോകുമ്പോഴും പല യാഥാർത്ഥ്യങ്ങളും, നേരത്തെ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞത് മന്ത്രിക്ക് 3 മാസമായി മന്ത്രി അല്ലെങ്കിൽ കാണുന്നില്ല, ഇതൊക്കെ വെറും കേവലം രാഷ്ട്രീയ ആരോപണങ്ങളാണോ? നമുക്ക് വേണ്ടത് വസ്തുതകളാണ്. അതിലേക്ക് പോയാൽ ഈ ഭക്ഷ്യ സുരക്ഷയുടെ പ്രശ്നം ഇവിടെ പറയുമ്പോൾ, ഭക്ഷ്യസുരക്ഷ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ചും
കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം എങ്ങനെയാണ് മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഭക്ഷ്യ സുരക്ഷ ഏർപ്പെടുത്തുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ കൂടി ചിലപ്പോൾ കണക്കിലെടുക്കേണ്ടി വരും. അങ്ങനെ കണക്കിലെടുക്കേണ്ടിയിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ മറ്റേ പൊതുവിതരണ സമ്പ്രദായം കൊണ്ടുവരുന്നതിന് വളരെയേറെ പ്രയത്നിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ ഇല്ലാതെ വന്നൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ ജനങ്ങൾ സംഘടിതമായി സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലും സുഗന്ധദ്രവ്യങ്ങളാണ്. നമുക്കാവശ്യമായ റേഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അരി കേന്ദ്ര ഗവൺമെൻറ് തരണം. ഇതെല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതാണ്. ശ്രീ ശക്തിധരൻ, അതായത് ഇതിന്റെ ബാധ്യത മുഴുവൻ തിലോത്തമനിലേക്കും ഈ സർക്കാരിലേക്ക് ഇതിന്റെ ബാധ്യത മൊത്തം മാറുകയാണോ? കാരണം 6 മാസമായതേ ഉള്ളൂ. ഇതിൽ പല ഘടകങ്ങളുണ്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ. അതുകൊണ്ടാണ് ചോദിക്കുക, ഈ ബാധ്യത മുഴുവൻ തിലോത്തമനിലേക്കാണ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്? ഈ 8 മാസമായ ഞാൻ പറയട്ടെ, ശരത്ചന്ദ്രൻ പറയുന്നതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് പറയുന്നത്. ഇത്രയും നാൾ പറഞ്ഞില്ല, ഇപ്പോഴാണ് പറയുന്നത്. കാരണം തിലോത്തമനെ എങ്ങും കാണുന്നില്ല. തിലോത്തമൻ ഇവിടുത്തെ മന്ത്രിയാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം പോയിരുന്നു ഡൽഹിയിൽ. എല്ലാ ദിവസവും പോയി അവിടെ പോയി ഭിക്ഷാം ദേഹികളെ പോലെ മന്ത്രിമാരെല്ലാം കേന്ദ്രമന്ത്രി സഭയുടെ മുമ്പിൽ നിൽക്കണമെന്ന് പറയുന്നതിനകത്തൊന്നും ഒരർത്ഥവുമില്ല. പോയി കാര്യങ്ങളെല്ലാം വളരെ വ്യാപ്തിയോടുകൂടി തന്നെ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇവിടെ ഇന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർ മറച്ചു വെക്കുന്നൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ UDF ഗവൺമെൻറ് അരി വാങ്ങിയ ഇനത്തിൽ ആന്ധ്രയിലെ അരിമുതലാളിമാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കോടിക്കണക്കിനാണ്. അത് കൊടുക്കാൻ തയ്യാറാവാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ നിന്ന് അവർ അരി നമുക്കിങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ തയ്യാറാകുന്നില്ല. തയ്യാറാകാത്ത എന്തുകൊണ്ടാണ് നമ്മൾ ഈ പൈസ കൊടുക്കാത്തതുകൊണ്ട്? ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഉന്നയിച്ചത് ഒരു ചോദ്യം, ഒരു പക്ഷേ താങ്കളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ട് അത് മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമത് എം എസ് കുമാർ പറഞ്ഞത് വളരെ പ്രായോഗിക തലത്തിൽ ചിന്തിക്കേണ്ട കാര്യം. ഒന്ന്, 2013 ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടാക്കി അതിനുശേഷം ഡീറ്റെയിൽ റിപ്പോർട്ട്, മുൻഗണനക്കാരുടെ റിപ്പോർട്ട് അത് കഴിഞ്ഞ സർക്കാർ നൽകിയിട്ടില്ല. അതിനുശേഷം ഈ സർക്കാർ അക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? ഇത് രണ്ടിനും വ്യക്തമായ മറുപടി. നമുക്ക് ആ ഒരു കടമ്പ എന്തുകൊണ്ട് മറികടക്കാൻ നമുക്ക് കഴിയുന്നില്ല? ആരാണ് ഇതിൻ്റെ ചൂഷണം ചെയ്യുന്നത്? ഈ ഉന്നയിക്ക 2 വസ്തുതാപരമായ ചോദ്യങ്ങൾക്ക് മറുപടി മിനിസ്റ്റർ. ഇവിടെ അതിനു മുൻപ് 1-2 കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് തെറ്റിദ്ധരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ മനഃപൂർവ്വം പറയുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അങ്ങനെ പറയുന്നതിൽ വല്ലാത്തൊരു പ്രയാസമുണ്ട്. ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഒരു രാഷ്ട്രീയവും ഇല്ല. ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. കേരളത്തിൽ ഇന്ന് അരിയുടെ വില വർദ്ധിക്കാനിടയാക്കിയ 2 സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള വരൾച്ച, ഉൽപ്പാദനക്കുറവ്, ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ടുള്ള അരിവരവ് കുറഞ്ഞത്. രണ്ടാമത്, അതിൽ ഇടനിലക്കാർ നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ചില നീക്കങ്ങൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്തുകൊണ്ടിരുന്ന അരിയുടെ അളവിലുണ്ടായ കുറവ്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നമുക്ക് 14.4 ലക്ഷം മെട്രിക് ടൺ ധാന്യമാണ് കിട്ടുന്നത്. നമുക്കതിന് മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന 16 ലക്ഷം മെട്രിക് ടൺ ധാന്യമാണ്. ആ ഒരു കുറവുണ്ട്. 1.25 ലക്ഷം മെട്രിക് ടൺ ധാന്യത്തിൻ്റെ കുറവുണ്ട്. ആ കുറവാണ് ഇന്ന് വിലക്കയറ്റം ഉണ്ടാക്കിയതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്ന് എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഞാൻ BJP ഉൾപ്പെടെ സർവകക്ഷി യോഗം വിളിക്കുമ്പോഴും ഡൽഹിയിൽ പോകുന്ന വിഷയം ഉന്നയിച്ചപ്പോൾ കുമാർ ഉൾപ്പെടെ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ. ആ കുറവിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം. ഒറ്റക്കെട്ടായി കേരളം ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തോട് നമുക്ക് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. നമ്മുടെ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഓരോ സംസ്ഥാനത്തിൻ്റെ അർഹത അത് പറയുന്നുണ്ട്. ആ അർഹതയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഓരോ സംസ്ഥാനവും ഇപ്പോൾ നടത്തുന്ന ഓഫ് ടേക്ക്, അത് അതിൻ്റെ പിന്നോട്ടുള്ള 3 വർഷത്തെ ശരാശരി. ഒരു തിരുത്തൽ തേടുകയാണ് ശ്രീ തിലോത്തമൻ. ഇടപെട്ടുകൊണ്ട് ദയവായി ശ്രീ MS കുമാർ അക്കാര്യത്തിൽ ഒരു തിരുത്തൽ. ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത വ്യക്തിയായതുകൊണ്ട് ശ്രീ MS. ഞാൻ ആ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത് മിനിസ്റ്റർ ഓർക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് കേന്ദ്രം പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് 10.25 ലക്ഷം ടണ്ണാണ്.
അപ്പോൾ നമ്മൾ പറയുന്നു 16 വേണം. എന്താണ് നമുക്ക് അതിനുള്ള അടിസ്ഥാനം? നമ്മുടെ ഡേറ്റ എന്താ? നമ്മൾ ആ നിലയ്ക്ക് മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. റേഷൻ കടകൾ കമ്പ്യൂട്ടർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, നമ്മളുമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അതെ, ഞാൻ സർവകക്ഷി യോഗത്തിൽ ഞാനത് പറഞ്ഞിരുന്നു. ഞാനത് യോജിച്ചു എന്ന് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ തിരുത്തുക. ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് പറയാം. പറഞ്ഞോളൂ മിനിസ്റ്റർ. നമുക്ക് 16 ലക്ഷം മെട്രിക് ടൺ ധാന്യം നമുക്ക് 16.0102 ഈ അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ശരാശരി എടുക്കുമ്പോൾ 16.01 ലക്ഷം മെട്രിക് ടൺ ധാന്യം നമുക്ക് കിട്ടാൻ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അതിൽ പറയുന്ന ഒരു വ്യവസ്ഥ അനുസരിച്ച് തന്നെ കിട്ടാൻ അർഹതയുണ്ട്, നമുക്ക് അവകാശമുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ ഇവിടെ SR ശക്തിസേൻ സാർ പറഞ്ഞതുപോലെ നമുക്ക് കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ഉണ്ടായത് ദാരിദ്ര്യരേഖയുടെ മാനദണ്ഡം വെച്ചുകൊണ്ടല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യക്കമ്മി നേരിടുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിന് നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം അരിയായതുകൊണ്ട് അത് കേന്ദ്രം തരും, നിങ്ങൾ നാണ്യവിളകൾ തന്നെ കേന്ദ്രീകരിച്ചുകൊള്ളൂ എന്ന് കേന്ദ്ര നേതൃത്വം ഭരണ നേതൃത്വം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ നടപ്പിലായി വന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെ പിന്നീട് ഇടയ്ക്ക് മാറ്റം വന്നു. 96 വന്നപ്പോൾ ലക്ഷ്യാധിഷ്ഠിത റേഷനിങ് ആയി. 2000 വന്നപ്പോൾ വീണ്ടും കുറെ കൂടി കേന്ദ്രീകരിച്ചു. അതൊക്കെ ശരിയാണെങ്കിലും സാർവത്രികമായ റേഷൻ നമുക്ക് ലഭിച്ചു പോന്നിരുന്നത് നമ്മുടെ ഭക്ഷ്യക്കമ്മിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ ഇന്ന് ആ ബില്ലിൽ പറയുന്ന വ്യവസ്ഥകൾ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് കിട്ടുന്നില്ല. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ദാരിദ്ര്യരേഖയുടെ മാനദണ്ഡം വെച്ച് ബാങ്ക് കമ്മീഷൻ അളന്നപ്പോൾ നമുക്ക് 46% പേർക്ക് റേഷൻ ഭക്ഷ്യസുരക്ഷ, അതാണ് കേന്ദ്രം നമുക്ക് 14.4 ലക്ഷം മെട്രിക് ടൺ ആയി കുറച്ചത്. അതിൽ 10.4 ലക്ഷം മതി ആ 46% പേർക്ക് കൊടുക്കാൻ എന്നാണ് കേന്ദ്രം പറഞ്ഞത്. അതാണ് MS കുമാർ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ബാക്കി 54% വരുന്നവർക്ക് കൊടുക്കാൻ റേഷന് അരി എവിടെ? അത് ആകെ നമുക്ക് ലഭിക്കുന്നത് ടൈഡ് ഓവർ 4 ലക്ഷമാണ്. ആ 4 ലക്ഷം അരി പങ്കുവെച്ച് ഞങ്ങൾ കൊടുക്കുകയാണ്, ടൈഡ് ഓവർ അലോക്കേഷൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്. അതിപ്പോൾ അവസാന ഭാഗത്ത് 65 ലക്ഷം ആളുകൾക്ക് ഒരു കാർഡിന് 6 കിലോ വീതം നമ്മൾ ഈ മാസം കൊടുത്തു. കഴിഞ്ഞ മാസം 5 കിലോ കൊടുത്തു. അതിനു മുമ്പ് കണക്ക് പ്രകാരം 2 കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. നമുക്ക് മിച്ചമുണ്ടായിരുന്നു വെച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം തരുന്ന അരി നമുക്ക് ഒരു മണി പോലും ചോരാതെ നാം കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. എന്നാലും ചില വിഷയങ്ങൾ ഇല്ലാതില്ല. ഞങ്ങൾ പലയിടത്ത് പരിശോധന നടത്തുന്നുണ്ട്, നടപടികളെടുക്കുന്നുണ്ട്. എന്നാൽ താമസിയാതെ തന്നെ നമുക്ക് അക്കാര്യത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. എവിടെയാണ് നിങ്ങൾക്ക് പ്രയാസം നടപ്പാക്കാൻ, NFS നടപ്പാക്കാൻ പ്രയാസം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പ്രയാസമല്ല. ഇപ്പോൾ പ്രയോറിറ്റി മുൻഗണനാ പട്ടിക ഈ 46%, 1,54,80,042 പേർ, അത് ആളെ നിശ്ചയിക്കാൻ മാത്രമുള്ള അവകാശം നമുക്ക് അത് കേരളത്തിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമാണ്. പണ്ട് BPL കാര്യം നമുക്കറിയാവുന്നതല്ലേ. ആ പഴയ ഗവൺമെൻറ് തയ്യാറാക്കി വെച്ചിരുന്ന ഡേറ്റ ഞങ്ങളത് അതിൻ്റെ കരട് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു. 16 ലക്ഷം പരാതികളാണ് ലഭിച്ചത്. ആ 16 ലക്ഷവും പ്രോസസ് ചെയ്ത് തീർച്ചയായും മടങ്ങിയെത്താം. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, കാരണം ഡേറ്റയുടെ കാര്യത്തിൽ അത് തയ്യാറാക്കുന്ന കാര്യത്തിൽ അവിടെ ഒരു പിഴവ് സംഭവിച്ചു. അത് അവിടെ അന്നും പ്രായോഗികമല്ലാത്ത തരത്തിലേക്കുള്ള നടപ്പാക്കാൻ കഴിഞ്ഞില്ല. 2, ഈ 187 കോടിയോളം രൂപ കുടിശ്ശിക അത് വിതരണക്കാർക്ക് അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തെ അരി ഉടമകൾക്ക് നൽകാൻ ഉണ്ട്. അവർ ഇങ്ങോട്ട് കേരളത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇങ്ങനെ പല വസ്തുതകൾ. പിന്നെ നെൽകർഷകർക്ക് കേരളത്തിൽ കുടിശ്ശിക കൊടുക്കാനുള്ള കുടിശ്ശികയുടെ കണക്കുകൾ, ഇതൊക്കെ തന്നെ ഓരോ ഘടകങ്ങളാണ്, പല പല ഘടകങ്ങൾ ഒരുപക്ഷെ സ്വാധീനിക്കാവുന്ന. ഇങ്ങനെ എല്ലാം ശ്രീ തിലോത്തമനിലേക്ക് അല്ലെങ്കിൽ തിലോത്തമനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് താങ്കൾ മറ്റൊരു ഉപാധി പറഞ്ഞാൽ കൂടിയും നിങ്ങളുടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള പിഴവുകൾക്ക് പരിഹാരമാകുമോ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്? ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു തുടർ സംവിധാനമാണ്. കേരളത്തിൽ 5 വർഷം UDF, 5 വർഷം LDF ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓരോ വകുപ്പിലും ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കൂടുതൽ ലാഭമുണ്ടാകുന്ന വകുപ്പ് കാണും, ചിലപ്പോൾ കുടിശ്ശിക ഉണ്ടായിരുന്നിരിക്കും. ഇത് വരുന്ന ഗവൺമെൻറ്റുകൾ മാറി. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തിലോത്തമനെ ഞങ്ങൾ ഭക്ഷ്യമന്ത്രി ആക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. LDF ആ സമയത്ത് പറഞ്ഞത് ദേശാഭിമാനി പത്രത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ വന്നൊരു സാധനമാണിത്. 5 കൊല്ലത്തെ എല്ലാം ശരിയാക്കും LDF വന്നാൽ, 5 കൊല്ലത്തേക്ക് വില വർധന ഉണ്ടാവില്ല ഒരു കാര്യത്തിലും. ഇത് ദേശാഭിമാനി പത്രത്തിൽ വന്ന സാധനമാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ചെറുതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ UDF ഭരിച്ചു മുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ
LDF തെരഞ്ഞെടുപ്പെന്നായിട്ട് ജനങ്ങളോട് പറഞ്ഞത്. ഇനിയും തിരിഞ്ഞു നിന്നിട്ട് 8 മാസം കഴിയുമ്പോൾ UDF അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ടോ? LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞവരല്ലേ? LDF വന്നിട്ട് ഒരു കാര്യത്തിനും 5 കൊല്ലത്തേക്ക് ഇനി വില കൂടില്ല എന്ന് പറഞ്ഞ് പ്രകടന പത്രിക പ്രിന്റ് ചെയ്ത് ജനങ്ങൾ വീട്ടിലെത്തിച്ചല്ലേ? എന്നിട്ടിപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പോയി കണ്ടപ്പോഴും പ്രൈം മിനിസ്റ്റർ കണ്ടപ്പോഴും ഒക്കെ പറഞ്ഞു, പത്രത്തിൽ വന്നൊരു വാർത്ത ഞാൻ വായിച്ചത്, ഗവൺമെൻറ്റിന് അലോട്ട് ചെയ്ത സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത അരി കൃത്യമായി എടുത്ത് ഉപയോഗിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ശ്രമിച്ചില്ല എന്നാണ്. അവിടെ സമരത്തിൻ്റെ പേരിൽ അതിനെക്കുറിച്ച് മന്ത്രി പറഞ്ഞില്ലല്ലോ. നമ്മുടെ അരി എന്തുകൊണ്ടാണ് റേഷനത്തിന് വന്ന അരി വിതരണം ചെയ്യാതെ കെട്ടിക്കിടന്ന? ആരാ സമരം ചെയ്തേ? എന്തിനാ സമരം ചെയ്തേ? എത്ര കാലം സമരം ചെയ്തു? അതിന് മറുപടി ഗവൺമെൻറ് പറയണ്ടേ? ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ ട്രേഡ് യൂണിയനാണ് അതിന് നേതൃത്വം നൽകിയത്. എന്താ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു നിർത്തിക്കൂടെ? ഇത് LDFൻ്റെ നയമാണ്, LDF വന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞതാണ്, 5 കൊല്ലത്തേക്ക് വില വർദ്ധിക്കില്ലെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകരുത്. റേഷൻ വിതരണത്തെ മറുപടിയിലേക്ക് ഞാൻ വരാം. ശ്രീ തിലോത്തമൻ, തീർച്ചയായും ഞാൻ മറുപടിയിലേക്ക് വരാം. ശ്രീ MS കുമാറും ഒക്കെ ഉണ്ട്. മറുപടി ഒരു ഇടവേള അനിവാര്യമായി വരുന്നതുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മന്ത്രിയിലേക്ക് തന്നെ എത്താം. ഒപ്പം തന്നെ ശ്രീ MS കുമാർ, ഇനി നമുക്ക് ഈ ചർച്ചകൾ കേരളം അല്ലെങ്കിൽ ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിനെ പഴിക്കുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഈ സർക്കാരിനെ പഴിക്കുന്നു, രണ്ടുപേരും ഒരു പക്ഷേ കേന്ദ്രത്തെ പഴിക്കുന്നു, കേന്ദ്രം തിരിച്ചു, ഇങ്ങനെ പഴികളുടെ അല്ലെങ്കിൽ തലങ്ങളല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. കൂട്ടുചേർന്ന് അന്നം മുട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ചർച്ചയിൽ നിന്നെങ്കിലും ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പോയി. തിലോത്തമൻ, അതായത് രാഷ്ട്രീയ ആരോപണങ്ങളാണെങ്കിലും അത് കണ്ടറിഞ്ഞ് നമുക്ക് തിരുത്തി തന്നെ പോകാം. ഇവിടെ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് സൂചിപ്പിച്ചതുപോലെ കിട്ടിയ അരി നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞുവോ? അത് ഏത് രീതിയിൽ? 1, 2, ഇനി ചർച്ചകൾക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാതെ യുക്തമായ രീതിയിൽ 3, എല്ലാവരും ഒരേ ടേബിളിലിരുന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന എന്തൊക്കെ ഘടകങ്ങൾ നമുക്കത് പരിശോധിക്കാൻ കഴിയും? മിനിസ്റ്റർ, നമുക്ക് ലഭിച്ച അരി നാം വിതരണം ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. നവംബർ മാസം നമ്മൾ അരിയെടുക്കാൻ പൈസ അടച്ച് ചെല്ലുമ്പോൾ നമുക്ക് അയറ്റി തരാൻ തൊഴിലാളി തയ്യാറല്ല. അതിൻ്റെ ഉത്തരവാദിത്വമെല്ലാം FCI ആണ് വഹിക്കുകയാണ്. നാം പണമടച്ചാൽ ലോറിയിൽ കയറ്റി തരേണ്ട ഉത്തരവാദിത്വം FCIക്കാണ്. അവരുടെ തൊഴിലാളികളാണ് പണി കയറ്റി തരില്ല എന്ന് പറഞ്ഞത്. എന്നാൽ അതിനുവേണ്ടി കാത്തു നിൽക്കാതെ അവരാ ഒരു ജാഗ്രത കാണിക്കാത്തത് കൊണ്ട് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് തൊഴിൽ വകുപ്പ് മന്ത്രി ഞാനും പങ്കെടുത്ത് മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും വിളിച്ചു കൂട്ടി. അവരോട് പറഞ്ഞു, അവർ പറഞ്ഞു അട്ടിക്കൂലി തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ സപ്ലൈക്കോ കൊടുക്കുന്ന വിവരം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതേക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, ഒരുപാട് ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും. അതുകൊണ്ട് 1 മാസം സാവകാശം അരി മുടക്കരുത്. അങ്ങനെ എല്ലാവരും അംഗീകരിച്ചതാണ്. എന്നാൽ ഒരു സംഘടന, ഇവിടെ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞത് ശരിയല്ല, ആ FCI മേഖലയിലെ തൊഴിലാളികൾ ഭൂരിപക്ഷം പേര് വരുന്ന ഒരു ജന എന്ന് പറയുന്ന സ്വതന്ത്ര സംഘടനയാണ്. അവരാണ് നമുക്ക് കയറ്റി തരാതെ നമ്മളെ വെല്ലുവിളിച്ചത്. അത് പരിഹരിക്കാൻ അല്പം സമയമെടുത്തു. സാവധാന അതെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടി വന്നു. അവസാനം കർശനമായി നിലപാട് നമ്മൾ സ്വീകരിച്ചപ്പോഴാണ്, FCIയെ കൊണ്ട് നിലപാട് സ്വീകരിപ്പിച്ചപ്പോഴാണ് അരി കയറ്റി തരാൻ തയ്യാറായത്. ഇപ്പോൾ ആ പ്രശ്നമില്ല, എല്ലായിടത്തും അരി വിതരണം നടക്കുന്നുണ്ട് ഫലപ്രദമായി. ഇപ്പോൾ NFSയുടെ ഭാഗമായി വാതിൽപ്പടി വിതരണത്തിന് എല്ലാ കാര്യങ്ങളും കൊല്ലത്ത് ചെയ്തു. ഈ മാർച്ച് മാസം വിതരണം ചെയ്യേണ്ട അരി മുഴുവൻ നമ്മൾ സംഭരിച്ചു കഴിഞ്ഞു, സപ്ലൈക്കോ സംഭരിച്ചു കഴിഞ്ഞു, മറ്റ് സ്ഥലങ്ങളിലേക്കും അത് പോവുകയാണ്. ടെൻഡർ ട്രാൻസ്പോർട്ടേഷൻ്റെ കഴിഞ്ഞു, കമ്പ്യൂട്ടറിൻ്റെ ടെൻഡറും നടത്തിയിരിക്കുകയാണ്. വളരെ വേഗം നമ്മൾ ആ നടപടിയിലേക്ക് പോവുകയാണ്. നമുക്ക് ഇത് നടപ്പാക്കാൻ പ്രയാസം ഉണ്ടായിട്ടില്ല, പക്ഷെ അതിൻ്റേതായ സമയം വേണം. രണ്ടാമത് ഈ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്കതിന് സമയം വേണം. എന്നാൽ അതോടൊപ്പം മറ്റേ പഴയ രൂപത്തിൽ അരി വിതരണം നടക്കണമായിരുന്നു, അതുണ്ടായില്ല. അതൊക്കെ സമയം കിട്ടിയത് പഴയ ഗവൺമെൻറ് കാലത്താണ്. അതെല്ലാം നഷ്ടപ്പെടുത്തി അവർ എന്നുള്ളതാണ് ഈ രംഗത്തുണ്ടായ പ്രയാസം. പിന്നീട് നാം വെറുതെ ഇരുന്നില്ല. ഈ സന്ദർഭത്തിൽ അരി വില കൂടിയപ്പോൾ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഞങ്ങൾ ഈ ഷോർട്ടേജ് മനസ്സിലാക്കി 1400 ടൺ FCIയിൽ നിന്ന് OMSS പ്രകാരം അരിയെടുത്ത് ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 700 ടണ്ണിൻ്റെ ഓർഡർ കൊടുത്തു. അതും ഫസ്റ്റ് ലോഡ് ഇന്ന് എടുത്തു. ഇന്ന് സംസ്ഥാനത്തെ 1531 മാവേലി ഔട്ട്ലെറ്റ് കൂടി അരി വിതരണം നടത്തുകയാണ്. മറ്റ് എല്ലാ ഇനം അരിയും നാം വിപണനം ചെയ്യുന്നുണ്ട്. ആന്ധ്ര ജയ കൂടിയപ്പോൾ നാം പഞ്ചാബിൻ്റെ അരിയെടുത്തു, ഗുജറാത്തിൻ്റെ അരിയെടുത്തു, കർണാടകയുടെ അരിയെടുത്തു, ബംഗാളിൽ നിന്ന് കിട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇപ്പോൾ ആന്ധ്ര അരി ഇന്ന്
ഈ പറയുന്നതിനേക്കാൾ വില കുറച്ച് ഇന്ന് എടുക്കാൻ ധാരണയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെറിയ വിലക്കയറ്റത്തിൻ്റെ തോത് കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ഈ കച്ചവടത്തിലൂടെ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായും ശ്രീ എം എസ് കുമാർ, അതായത് മിനിസ്റ്റർ മടങ്ങിയെത്താം. മന്ത്രി പറയുന്നത് പോലെ വ്യക്തമായ ഇടപെടൽ നടത്തിയെങ്കിൽ അത് പ്രതിഫലനങ്ങൾ ഒരുപക്ഷെ ഒരാഴ്ചക്കുള്ളിൽ അതൊരുപക്ഷെ കാണാം, വിപണിയിൽ കാണാം. ഇനി കേന്ദ്രമാണ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടത്. ആ ബാധ്യത കൂടി നിറവേറ്റേണ്ടതില്ലേ ശ്രീ എം എസ് കുമാർ? ചർച്ചകൾ ഒരേ ടേബിളിൽ നിങ്ങൾ ഒരുമിച്ചിരുന്നു, കാര്യങ്ങൾ ഒക്കെ തന്നെ ചർച്ച ചെയ്തു, ഒരുമിച്ച് ഇനി കേന്ദ്രത്തിലേക്ക് പോകാം. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞ് എല്ലാവരും ഒറ്റ മനസ്സോടെ പോകുമ്പോൾ ഈ സാങ്കേതിക തടസ്സങ്ങൾ കൂടി ഇല്ലാതാകണം. അതിന് യുക്തമായ മറുപടി. പോകുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ടല്ലോ നടന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട സമയത്ത് തന്നെ ഗവൺമെൻറ് ഇടപെട്ടു, അത് വേണ്ടതുപോലെ ചെയ്തു, സമരത്തിനെ നേരിട്ടു എന്ന്. നാണക്കേടാ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ ഇങ്ങനെ പറയുന്നത്. 2 മാസമാണ് ആ ഗോഡൗണുകളിൽ അരി കെട്ടിക്കിടന്നത്, നാട്ടുകാർ കൊടുക്കേണ്ട അരി. എന്ത് സമരം ഒത്തീർപ്പാക്കിയെന്നാ പറഞ്ഞാൽ 600 രൂപ അവരുടെ അട്ടിമറി കൂലി കൊടുത്താണ് ഈ ഗവൺമെന്റ് അവർ സറണ്ടർ ചെയ്തത്. ശരിയല്ല, താങ്കൾ പറഞ്ഞത് ശരിയല്ല. 600 രൂപ അട്ടിമറി കൂലി കൊടുത്തല്ലേ നിങ്ങൾ സമരം തീർത്തത്? നമുക്ക് നവംബർ മാസമാണ് പ്രയാസം ഉണ്ടായത്. ഞാൻ ചോദിച്ചത് ആ സമരം എങ്ങനെ തീർത്തു? ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത്യാവശ്യ സർവീസിൽ പെടുത്തി എന്തുകൊണ്ട് അരി ഈ സമരക്കാരെ നേരിട്ടുകൊണ്ട് അരി എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല? ഒരു അത്യാവശ്യ സാധനമല്ലേ അരി? ഭരിക്കുന്ന സർക്കാരല്ലേ കാണിക്കേണ്ടിയിരുന്നത്? ആ സർക്കാരിന് സാധിച്ചില്ലല്ലോ. നിങ്ങളാണ് FCI ജാഗ്രത കാണിക്കുന്നില്ല. ഞങ്ങൾക്ക് അരി ലോഡ് ചെയ്ത് തരുന്നില്ല. ഇല്ല, അരി ലോഡ് ചെയ്ത് തരേണ്ട ഉത്തരവാദിത്വം FCIക്കാണ്. അത് നിർവഹിക്കുന്നില്ല എന്ന് ഞങ്ങൾ കേന്ദ്രത്തെ പല സന്ദർഭങ്ങളിൽ അറിയിച്ചു. നിങ്ങളാണ് ആ ജാഗ്രത കാണിക്കേണ്ടത്, ആ ഉത്തരവാദിത്വ ബോധവും കാണിക്കേണ്ടിയിരുന്നത്. അരി തരേണ്ട ഉത്തരവാദിത്വം, പൈസ അടച്ചാൽ നിങ്ങളാണ് ചെയ്യേണ്ടത്, FCI ആണ് ചെയ്യേണ്ടത്. അത് കാണിച്ചില്ല. ഞങ്ങൾ എല്ലാവരോടും പരാതി പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി, നാണക്കേടാ ഒരു സംസ്ഥാന മന്ത്രി ഇത്തരത്തിൽ പറയരുത്. ഞങ്ങൾ പരാതി പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന്. ഈ രാജ്യത്ത് പോലീസില്ലേ? നിങ്ങൾക്ക് അധികാരമില്ലേ? ആ ഗോഡൌണുകളിൽ നിന്ന് സമരം ചെയ്യുന്ന ജീവനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അരി എടുത്ത് അത്യാവശ്യ സർവീസായി പ്രഖ്യാപിച്ച് റേഷൻ കടകളിൽ എത്തിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ? അതെന്താ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയത്? പിന്നെ മുൻഗണനാ ക്രമത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ശരി, കുറച്ച് സമയം അതിന് വേണമായിരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. മുൻഗണനാ ക്രമത്തിന്റെ കാര്യത്തിൽ കുറച്ച് കാലതാമസം വേണമെന്ന് സമ്മതിക്കാം. സംസ്ഥാന സർക്കാരല്ലേ ചെയ്യേണ്ടത്? നിങ്ങളുടെ കാലത്തൊക്കെ കാര്യത്തിൽ അങ്ങനെ വന്നാൽ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ഗവൺമെന്റ് ഇടപെടാതില്ലേ? അല്ല, എന്താ പട്ടാളം ഇടപെടണം? അതേതാ ഉദ്ദേശിക്കുന്നത്? പട്ടാളം ഇടപെടണം. അവശ്യ സാധന നിയമപ്രകാരം ഗവൺമെന്റ് ഇടപെടാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെടാം. ഇല്ല ശ്രീകുമാർ, നിങ്ങളുടെ FCIയിലെ ഉദ്യോഗസ്ഥന്മാർ സംഘങ്ങളോട് സഹകരിക്കണ്ടേ? സംസ്ഥാന ഗവൺമെന്റിനോട് സഹകരിക്കണ്ടേ? ഞങ്ങൾ വേറെ തൊഴിലാളി തരാൻ, കയറ്റി തരാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളോട് സഹകരിക്കണ്ടേ? നിങ്ങൾക്ക് സമരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് മാറ്റി ആ സാധനം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം. അതായത് അട്ടിമറിക്കപ്പെടുന്നുണ്ടോ ചില ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഘടകങ്ങൾ? എന്താണ് വസ്തുത കാണാതെ നമ്മൾ പോവുകയാണോ? കാരണം നമ്മുടെ സുതാര്യമായ ഒരു റേഷനിങ് സമ്പ്രദായം, പൊതുവിതരണ സമ്പ്രദായം ഇതൊക്കെ ഈ ഗതിയിലേക്ക് എത്തിയെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണോ? എന്താണ് നമ്മളൊരു പോംവഴിയിലേക്ക്? മിനിസ്റ്റർ പറയുന്ന അവിടെ സാങ്കേതികമായ പിഴവുകൾ ഉണ്ട്. ഒപ്പം ശ്രീ MS കുമാർ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അവിടെ ചില സാങ്കേതിക പറയുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പല ഘടകങ്ങളും മറിച്ച് ശ്രീ ശരത് ചന്ദ്ര പ്രസാദ് ഇപ്പോൾ പറയുന്നു. ആ രീതിയിലേക്ക് എന്താ നമുക്കൊരു ഇടപെടൽ എങ്ങനെ വേണ്ടി വരും? അല്ല, എനിക്ക് എൻ്റെ ഒരു തോന്നല്, അങ്ങനെ ഒരു നിലപാട് അവിടെ എടുത്തപ്പോൾ അതിനെ ശക്തമായി നേരിടാനായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ്. അതുണ്ടാകുമ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള FCIയുടെ ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കുന്നില്ല. ഇവർ പറയുന്നത് പോലെ അങ്ങോട്ട് കയറി ചെന്നാൽ അപ്പോൾ വേറൊന്നും പറയും. ഇതേ ആളുകൾ, ഇതേ നാവുണ്ട്. അവിടെ തൊഴിലാളികളെ അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധിയിലുള്ളവർക്കെതിരായി ഈ ഗവൺമെന്റ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തി എങ്ങനെ കൈകാര്യം ചെയ്തു? എവിടെ നടത്തി? ഒരു ഉദാഹരണം ഇതുപോലെ തൊഴിലാളികൾ അനാവശ്യമായ സമരത്തിലേക്ക് പോയ ഘട്ടങ്ങളിൽ ജില്ലാ ഭരണകൂടങ്ങളെ തന്നെ അതിന്റെ മുമ്പിൽ നിർത്തി ഗവൺമെന്റുകൾ ഇടപെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് കഴിഞ്ഞ ഒരു 8-10 കൊല്ലമായി ഇവിടുത്തെ കഴക്കൂട്ടത്തും വലിയ ഗോഡൌണുകളിൽ എനിക്ക് സങ്കടമുള്ളത്. അതുകൊണ്ട് എനിക്കറിയാം ഇത്തരം കാര്യങ്ങളിൽ എന്തിന് നമ്മുടെ ഇവിടുത്തെ ഗ്യാസ്
വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും സമരം നടന്നാൽ കഴിഞ്ഞ ഓണത്തിന് സമരം നടക്കുമ്പോൾ ജില്ലാ ഭരണകൂടം ഇടപെട്ടു. തീർച്ചയായും മിനിസ്റ്റർ ജില്ലാ മറുപടി പറയും. ഭരണകൂടം ഇടപെട്ട് അവർ ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കാതെ പുതിയ അതുകൊണ്ടാണല്ലോ ഗോഡൌണുകൾ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാകണമെന്ന് പറയുന്നത്. FCI ഗോഡൌണുകൾ ഒഴിവാക്കിക്കൊണ്ട് എന്താ സംസ്ഥാന സർക്കാർ ചെയ്തത് ഇതുവരെ? പുതിയ ഗോഡൌണുകൾ സ്ഥലം ഏറ്റെടുത്ത് പണിഞ്ഞു വരാൻ കാലതാമസം എടുക്കും, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ ഗോഡൌണുകൾ വാടകയ്ക്ക് എടുക്കാമല്ലോ, ധാരാളം ഗോഡൌണുകൾ ഇപ്പോഴും ആയിട്ടില്ലല്ലോ. പറയാൻ എളുപ്പമാണോ? ഇത് പറയാൻ എളുപ്പമാണ്. കാരണം അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കുകയൊന്നുമില്ല. കുമാരനത് പറയാം, ഭക്ഷ്യസുരക്ഷാ നിയമത്തിലുള്ളതാണ്. എന്തായി പറയണേ? പക്ഷെ പറയട്ടെ, ഇല്ലെങ്കിൽ ഗോഡൌണുകൾ വേണമെന്നുള്ളത് ഇങ്ങനെ കാരണം നമുക്ക് ഇവിടെ ഈ ടേബിളിൽ എന്തായാലും കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ ഈ ചർച്ചകളും ഈ സംശയങ്ങളും ഒക്കെ തന്നെ ദൂരീകരിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ MS കുമാർ ഒരു പാർട്ടിയുടെ വക്താവ്, ശരത്ചന്ദ്ര പ്രസാദ് മറ്റൊരു കോൺഗ്രസിന്റെ കഴിഞ്ഞ സർക്കാരിലെ കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഇവരൊക്കെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി. ഈ ഞങ്ങൾ ഗോഡൗൺ എടുത്തില്ല, സംസ്ഥാനത്തൊട്ടാകെ ഗോഡൗണായി. ട്രാൻസ്പോർട്ടേഷൻ ടെൻഡർ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. കമ്പ്യൂട്ടറൈസേഷൻ്റെ ടെൻഡറും നടന്നു കഴിഞ്ഞു. ഇനി അതൊക്കെ ഫൈനലൈസ് ചെയ്ത് നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് പോയാൽ മതി. അതിന് മുൻപായിട്ട് നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റിന്മേൽ തീരുമാനമെടുക്കണം. റേഷൻ കാർഡ് വിതരണം ചെയ്യണം. 2007 കൊടുത്ത റേഷൻ കാർഡാണ്, 5 വർഷം കഴിഞ്ഞ് പുതുക്കേണ്ടതാണ്. 2007 കഴിഞ്ഞ് നാം ഇപ്പോൾ പുതുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ ആ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൊന്നും ഒരു തടസ്സമില്ല. അരി ഞങ്ങൾക്ക് നന്നായിട്ട് എല്ലായിടത്തും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരട് പട്ടിക പ്രകാരം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്മേരുന്ന് മുമ്പ് ഹോൾസെയിൽ കടക്കാരാണ് അരി എടുത്തുകൊണ്ടിരുന്നത്, സർക്കാരിൽ അരി എടുക്കുന്നത്. സർക്കാരിന് വേണ്ടി ARDക്ക് വിതരണം ചെയ്യാനായിട്ട് ഹോൾസെയിൽ കടക്കാർ അരി എടുക്കുമ്പോൾ അവിടെ അട്ടിക്കൂലിക്ക് കൊടുക്കുന്നതിനൊന്നും കൈയും കണക്കുമില്ല. FCIയിൽ നിൽക്കുന്ന മറ്റ് സൗകര്യ ആൾക്കാർക്ക് കൊടുക്കുന്നതിനൊന്നും ഒരു നിയന്ത്രണവുമില്ല. അതൊക്കെ അവരുടെ ഈ പണമുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ആ അരി ഇടപാടും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതെല്ലാം നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ പുതിയ സിസ്റ്റത്തിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ. ആ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് ഞങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. വളരെ ഫലപ്രദമായി സുതാര്യമായി ഈ പൊതുവിതരണ രംഗം അതായത് കഴിഞ്ഞ സർക്കാർ വരുത്തിയ ബാധ്യതകൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തടസ്സമായി വരുന്നുണ്ടോ? കഴിഞ്ഞ സർക്കാർ വരുത്തിയ എന്തെങ്കിലും അല്ല പ്രായോഗികമായ തലത്തിൽ എന്തെങ്കിലും ബാധ്യതകൾ അതാണ് ഇന്ന് കടകംപള്ളി സഭയിൽ പറഞ്ഞ കാര്യം. 157 കോടിയോളം രൂപ കുടിശ്ശിക. ആയിക്കോട്ടെ ഈ അത് കാതലായ ഒരു ഞാൻ പറയാം കൺസ്യൂമർ ഫെഡിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അരി എടുത്ത വകയിൽ 157 കോടിയാണ് ആന്ധ്രയിലെ റൈസ് മറ്റേ മില്ലോട് നമ്മൾ കൊടുക്കാനുള്ളത്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഓണത്തിന് മുൻപ് ആന്ധ്രയിൽ ഞങ്ങൾ ഈ മില്ലുകാരുമായിട്ട് സംസാരിക്കുവാനും അരി കച്ചവടം ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്ന ശ്രമത്തിൽ അവർ ഞങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഏതാണ്? നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ അരി വാങ്ങിയിട്ട് കാശ് തരാത്തവരാണ്, ഇത്രയും കോടി രൂപ തരാനുള്ളതാണ്. അന്ന് അവർ തന്ന അപേക്ഷകളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുന്നു CMന്റെ കൊടുത്തു. അപ്പോൾ CM പറഞ്ഞു നമുക്ക് കൊടുത്തു തീർക്കാം, നമ്മുടെ വിശ്വാസ പ്രശ്നമാണ്. അങ്ങനെയാണ് കൺസ്യൂമർ ഫെഡ് പിന്നെ കുറച്ച് പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ. അവരിപ്പോഴും നേരിട്ട് നമ്മളുമായി കച്ചവടം ചെയ്യാൻ തയ്യാറാവാത്തത് നമ്മളെ വിശ്വാസമില്ല. അതുകൊണ്ട് ഏജന്റന്മാരെ ഞങ്ങൾ പറഞ്ഞു സപ്ലൈക്കുമായിട്ട് നേരിട്ട് നിങ്ങൾ ഇടപെടൂ, നിങ്ങൾ ഈ ടെൻഡറിൽ പങ്കെടുക്കൂ. പക്ഷെ അവർ പങ്കെടുക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രംഗത്ത്. ഇന്ന് മന്ത്രി നേരത്തെ പറഞ്ഞു ഇന്ന് ഇടപെട്ടു. ചിലത് ഇതിനകത്ത് ജയ അരിക്ക് 41.5 അത് അല്ലെന്ന് നാളത്തെ ഒരു 50 കഴിഞ്ഞ സ്ഥലം നാളത്തെ 91 ഐറ്റത്തിന്റെ ആസ് ഓൺ ടുഡേ 28-ാം തീയതി ഗവൺമെന്റിന്റെ ലിസ്റ്റ്, നാളെ മുതൽ അങ്ങോട്ടുള്ള ഒരു പ്രൈസ് ലിസ്റ്റാണ് ഇന്ന്. അതായത് റെക്ടിഫൈ നടക്കത്തില്ലെന്നാണ് ഇത് എല്ലാം വില വർദ്ധിച്ചുള്ള സാധനങ്ങളാണിതല്ല നാളെയും കൊടുക്കുന്നത്. ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടും ഇത് സർക്കാർ ലിസ്റ്റാ. നമ്മൾ ഈ പറയുന്ന ഒന്നും രാഷ്ട്രീയമല്ല. നമ്മൾ തിലോത്തമൻ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തിലോത്തമൻ എന്ന മന്ത്രി ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എനിക്ക് താല്പര്യം തോന്നിയ ആളാണ്. നമ്മൾ ഈ പറയുന്നത് രാഷ്ട്രീയമല്ല, വില കുറയണം എന്നുള്ള ആഗ്രഹത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭരിച്ചപ്പോൾ അത്രയും കൊടുക്കാനില്ല, അതുകൊണ്ട്
ഇല്ലപ്പോഴും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ മുദ്രാവാക്യം കുറയും. രണ്ട് ചേർത്തിന് മറുപടി താങ്കൾക്ക് കുറയും, വില കുറയും. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു വസ്തുതാപരമായ ഒരു പെശക് 2007 ശേഷം റേഷൻ കാർഡുകൾ പുതുക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ 2 വർഷം മുമ്പല്ലേ നമ്മുടെ മുഴുവൻ അമ്മമാരെയും സ്ത്രീകളെയും നാട്ടിൽ മുഴുവൻ ക്യൂ നിർത്തി റേഷൻ കാർഡ് തിരുത്തിയത്. അതിന് എത്രയോ കോടി രൂപയും കഴിഞ്ഞ സർക്കാർ ചെലവാക്കി. അപ്പോൾ നടന്നിട്ടില്ലേ? നടന്നെങ്കിൽ ഗവൺമെന്റ് അറിയുന്നില്ലേ? എന്താ അതിന്റെ വസ്തുത? മിനിസ്റ്റർ മറുപടി ഫാറ പൂരിപ്പിച്ച് വാങ്ങിച്ചതേ ഉള്ളൂ. അല്ലല്ല ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം ചെയ്ത് ശരിയല്ല. റേഷൻ കാർഡിലെ കുടുംബനാഥയുടെ പേരിലാക്കി പക്ഷേ ഈ ഇന്ന് താങ്കൾ പ്രകടിപ്പിക്കുന്ന മിനിസ്റ്റർ താങ്കൾ പ്രകടിപ്പിക്കുന്ന 8 മാസമായില്ലേ കൊടുക്കണ്ടേ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ വ്യക്തമായ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും മിനിസ്റ്റർക്ക്. ഇന്ന് ഉണ്ടായ ഇടപെടലുണ്ട്. അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ എന്ന് റേഷൻ കാർഡ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്? 2007 റേഷൻ കാർഡ് വിതരണം ചെയ്തത്. പുതിയ റേഷൻ കാർഡ് എപ്പോ വിതരണം ഈ ഒക്ടോബർ മാസം റേഷൻ കാർഡ് കൊടുക്കാൻ പോവുകയാണ്. ഒക്ടോബർ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഒക്ടോബർ മാസം കൊടുക്കാൻ പോവുകയാണ്. അത് ഒക്ടോബർ അല്ല, മാർച്ചിൽ കൊടുക്കാൻ പോവുകയാണ്. മാർച്ച് മാസം കൊടുക്കുകയാണ്, റേഷൻ കാർഡ് കൊടുക്കുകയാണ്. പറഞ്ഞല്ലോ ആളുകൾക്ക് റേഷൻ കാർഡ് അല്ലല്ല, സോറി, ഈ മാർച്ച് കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കും? അതിനുള്ള ഏതെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ ഈ രാജ്യത്ത്? ഏതെങ്കിലും വീടുകളിൽ സർവേ നടത്തിയോ? റേഷൻ കടകളിൽ മരിച്ചുപോയവരുടെ പേര് പോലും മാറ്റം വരുത്തിയിട്ടില്ല, പുതിയ ഫോം വിതരണം ചെയ്തില്ല. നിങ്ങൾ എങ്ങനെ കൊടുക്കുന്ന പറയണേ? നാളെ മാർച്ച് 1 എന്തെങ്കിലും പറയാം. ബഹുമാനപ്പെട്ട മന്ത്രി എം എസ് കുമാർ ഒന്ന് കേക്ക്, ഞാൻ പറയുന്നത് സമാധാനത്തോടു കൂടി. കഴിഞ്ഞ ഗവൺമെൻറ് അവസാന നാളിൽ അവർ ഈ NFS നടപ്പാക്കുന്നതിൻ്റെ ആദ്യ ഘട്ടമായി എല്ലാ വീടുകളിലും ഫോം അടിച്ചു കൊടുത്തു. അതിൻ്റെ വിവരശേഖരണം നടത്തി. ആ വിവരശേഖരണം തയ്യാറാക്കി വെച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുൻഗണനാ പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരിച്ച പട്ടികയിലാണ് 16 ലക്ഷം പരാതികൾ വന്നത്. ആ 16 ലക്ഷം പരാതികളും പ്രോസസ്സ് ചെയ്ത് ഞങ്ങൾക്ക് വീണ്ടും ഡേറ്റ എൻട്രി നടത്തിയാണ് ഇപ്പോൾ വീണ്ടും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊടുത്തത്. ഇനി അവരുടെ സജഷനുമായിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ഞങ്ങളത് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടുത്തും. പിന്നെ ആ മാറ്റങ്ങൾ ഓൺഗോയിങ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ പരാതികളും ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം അർഹതപ്പെട്ടവരെന്ന് അന്തിമമായി തീരുമാനിക്കുന്ന, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ തീരുമാനിക്കപ്പെടുന്നവർക്ക് റേഷൻ കാർഡ് ഈ മാർച്ച് മാസം ഞങ്ങൾ കൊടുക്കും. അതിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. മനുഷ്യ സഹജമായിട്ടുള്ള ഒരു പക്ഷേ നടക്കുമെങ്കിൽ നല്ലത്. എല്ലാം നിങ്ങൾ ഈ ഇങ്ങോട്ട് സംസ്ഥാനത്തേക്ക് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ LDF അതിലേക്ക് വെക്കാൻ നിങ്ങൾക്കൊരു ബാധ്യതയും ഇക്കാര്യത്തിലില്ല. എല്ലാം വസ്തുതാപരമായിട്ടുള്ള പിഴവുകളൊന്നുമില്ല കേന്ദ്രത്തിന്റെ. ഞാൻ അങ്ങനെയല്ലോ പറഞ്ഞു. ഞാൻ രാഷ്ട്രീയം പറയേണ്ടെന്ന് വിചാരിക്കുന്നതാണ്. രാഷ്ട്രീയം പറയുന്നില്ല. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് കഴിഞ്ഞ സർക്കാർ ഈ സർക്കാരിൻ്റെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. രാഷ്ട്രീയമല്ല. ഈ ബില്ല് കൊണ്ടുവന്ന ഞങ്ങളുടെ സർക്കാരല്ല, UPA സർക്കാരാണ്. ബില്ല് കൊണ്ടുവന്നത് KV തോമസ് ആണ്. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പ്രത്യേകതയും കേരള നാണ്യവിളകൾക്ക് കൊടുത്ത പ്രാധാന്യം കൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിലേഷനിൽ പ്രാധാന്യം കൊടുക്കേണ്ടെന്നുള്ളതൊക്കെ അറിയാത്ത ആളല്ലല്ലോ. അദ്ദേഹം കൊണ്ടുവന്ന ബില്ലാണ്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പോഴ് കേരളത്തെ ആ പ്രത്യേക പരിഗണന കൊടുത്ത് മാറ്റി നിർത്തിയില്ല? ആ ബില്ല് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ജോലി മാത്രമേ പുതിയ NDA സർക്കാരിനുള്ളൂ. ഞാൻ ചോദിക്കുന്ന ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കേണ്ട ഒരു നിയമം 27 സംസ്ഥാനങ്ങൾ, തമിഴ്നാട് നമ്മൾ മാത്രമാണ് നടപ്പാക്കാത്തത്. തമിഴ്നാട്ടിന് ഇപ്പം നമ്മുടെ ഇത്തരം പ്രത്യേക റേഷനൊന്നും ആവശ്യമില്ല. അവിടെ 5 രൂപയ്ക്ക് എല്ലാവർക്കും അരി കൊടുക്കുകയാണ്. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. വേണ്ടത് കേരളത്തിനാണ്. എന്തുകൊണ്ട് കേരളം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല? ഇപ്പോഴും മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞില്ല. അപ്പം നടപടി നടക്കുന്നെന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. 14,335 റേഷൻ കടകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവിടെ കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള പദ്ധതി എത്ര കാലം വേണം? കഴിഞ്ഞ സർക്കാർ അവിടെയും അതാണ് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിച്ചത്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല. ഇപ്പം ബാങ്കുകളുടെ മുമ്പിൽ ക്യൂ നിന്നതിനെ നമ്മൾ എത്രയോ മണിക്കൂറുകളൊക്കെ ചാനലുകളെല്ലാം ചർച്ച ചെയ്തു. 2 വർഷം മുമ്പ് 1-2 വർഷം മുമ്പല്ലേ മുഴുവൻ സ്കൂളുകളുടെയും മുമ്പിൽ ഈ വയസ്സായ അമ്മമാരെ വരെ ക്യൂ നിർത്തി പുതിയ റേഷൻ കടയുടെ ഇത് തയ്യാറാക്കിയത്? എന്നിട്ട് അത് ആര് തയ്യാറാക്കി? എത്രയോ കോടി രൂപയാണ് UDF സർക്കാർ അതിനുവേണ്ടി മുടക്കിയത്?
ആ പൈസ എന്തായി? തീർച്ചയായും അത് എന്തെങ്കിലും രാഷ്ട്രീയമായ ഒരു പ്രയോജനപ്പെട്ടോ? രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വസ്തുതാപരമായ അതെ, ചോദ്യങ്ങൾ എന്തെങ്കിലും ശ്രീ പ്രയോജനപ്പെട്ടോ? ഓക്കെ എന്തെങ്കിലും പ്രയോജനപ്പെട്ടോ? തീർച്ചയായും ശ്രീ SR ശക്തിധരൻ, ഇനി വേണ്ടുന്നത് കാരണം കൂട്ടായി യോജിച്ച് ഇനി കേന്ദ്രത്തിന് മുന്നിലേക്ക് ഒരുമിച്ച് ഒരുപക്ഷെ പോവുകയാണ്. കാരണം അവിടെ ന്യായമായും ലഭിക്കേണ്ട ബാധ്യത, അതായത് റേഷനിങ് സമ്പ്രദായത്തിലൂടെ സംസ്ഥാനത്തിന് നിയമപരമായും കിട്ടേണ്ടതാണോ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ന്യായവും നിയമവും ഒക്കെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഡേറ്റ ഇല്ലല്ലോ. സങ്കീർണ്ണതയിലേക്ക് പോകാതെ ഡാറ്റയല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ റേഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പരിശോധിച്ച് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഇവിടെ മറ്റേ MS പറഞ്ഞതുപോലെ മറ്റേ UPA ഗവൺമെൻറ് കാലത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. തോമസാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. തോമസിന് കേരളത്തിൻ്റെ പ്രത്യേകത അറിയാമായിരുന്നു. ആ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ അനർഹർ റേഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതും മന്ത്രി പറഞ്ഞ ഒരു വസ്തുതാപരമായ കാര്യമാണ്. അത് പരിശോധിച്ച് അതില്ലായ്മ ചെയ്യേണ്ടതും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനും സങ്കീർണമായ കടമ്പയാണോ? സങ്കീർണമായ കടമ്പ സുരക്ഷാ ബില്ല് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട തോതിൽ കൊടുക്കാനുള്ളതാണ്. അനർഹരെ മാറ്റി നിർത്തേണ്ടത് ശ്രീ പി. തിലോത്തമൻ, എല്ലാ വസ്തുതകളും താങ്കൾ കേട്ട് കാണും. പാർട്ടി രാഷ്ട്രീയമല്ലെങ്കിൽ കൂടിയും രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഇവർ പറഞ്ഞതിലെ വസ്തുതകളൊക്കെ മനസ്സിലാക്കി എങ്ങനെ നമുക്ക് അന്തിമ നിലപാടിലേക്ക് പോകാൻ കഴിയും? താങ്കൾ പ്രകടിപ്പിക്കുന്ന ഈ ആത്മവിശ്വാസമുണ്ടെങ്കിൽ അത് വിപണിയിൽ എങ്ങനെ പ്രതിഫലിക്കും മിനിസ്റ്റർ? എപ്പോൾ? നമ്മളിപ്പോൾ വളരെ വിപുലമായ അടിസ്ഥാനത്തിൽ അരി സംഭരിച്ച് നമ്മുടെ 1500 പരം വരുന്ന മാവേലി സ്റ്റോർ വഴി വിതരണം ചെയ്യാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം അരിക്കടകൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രത്യേകം അരിക്കടകൾ നമ്മൾ ആരംഭിച്ചു. ഞങ്ങൾ ശ്രമിക്കുന്നത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രത്യേകം അരിക്കടകൾ ആരംഭിക്കണമെന്നാണ്. ആലപ്പുഴയിലും പാലക്കാടും അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടും. കണ്ണൂർ ഉദ്ഘാടനം ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും അവരുടെ മണ്ഡലങ്ങളിൽ അരിക്കട തുടങ്ങണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. സാഹചര്യങ്ങൾ അത് അങ്ങനെ വേണം എന്നാണ് നിർബന്ധിക്കപ്പെടുന്നത്. തീർച്ചയായും കൂടുതൽ അരിക്കടകൾ തുടങ്ങാൻ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതോടൊപ്പം തന്നെ മാവേലി ഔട്ട്ലെറ്റിൽ സബ്സിഡി അരി ഇപ്പോഴും 25 രൂപയ്ക്ക് അതർ ദാൻ ആന്ധ്ര ഒഴികെയുള്ള മറ്റ് സ്റ്റേറ്റിലെ ജയ അരി ഞങ്ങൾ 25 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. 25 രൂപയ്ക്ക് FCI അരി കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടനാട് റൈസ് 33 രൂപയ്ക്ക് ബ്രാൻഡഡ് അരി കൊടുക്കുന്നുണ്ട്. മറ്റു അരികളും വളരെ റീസണബിൾ പ്രൈസിന് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഏർപ്പാട് ചെയ്തിരിക്കുന്ന, ഇന്ന് കച്ചവടം നടന്ന ആന്ധ്ര ജയ അരിക്ക്, ലളിത ബ്രാൻഡ് അരിക്ക് എനിക്ക് തോന്നുന്നു 39 രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് വിൽക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല. എന്നെ കാണുന്നില്ല. ഞങ്ങൾ ഏതാണ്ട് ഉറക്കം അവസാനം വരെ കാത്തിരുന്നത് ഒരു കാര്യത്തിന്. ഇന്ന് ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു പശ്ചിമ ബംഗാളിൽ നിന്ന് അരി വാങ്ങി കേരളത്തിൽ വിതരണം. ഈ ചർച്ചയിൽ എവിടെയെങ്കിലും മിനിസ്റ്റർ അത് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ പോലും മന്ത്രിസഭയ്ക്ക് ഒരു കൂട്ടുത്തരവാദിത്വമില്ല. മന്ത്രിമാർ തമ്മിൽ അക്കാര്യം പറയുന്നില്ല. സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും സമയക്കുറവുള്ളതുകൊണ്ട് ബംഗാളിലെ അരിയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ബംഗാളിലെ അരിയും പറഞ്ഞില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഏതായിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അരി എത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴൊന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് പറഞ്ഞില്ല. കടകംപള്ളി പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ലെന്നാണ് ഒരു പൊളിറ്റിക്കൽ മിനിസ്റ്റർ ഇല്ല. അവിടെ ഒരു ചാൻസ് ഉള്ളത് കടകംപള്ളി ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞു. ഞങ്ങളും ആ ശ്രമം നടത്തുകയാണ്. ഇപ്പം അങ്ങോട്ട് പോയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ആന്ധ്രയിലെ ബംഗാളിലെ അരി ഇവിടെ കൊണ്ട് എത്തിച്ചു തരുന്ന ഒരുപാട് ഏജൻസികൾ ഇവിടെ നിലവിലുണ്ട്. അവർ പലരും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മിനിസ്റ്ററുടെ കൂടി വാക്കുകൾ ആത്മവിശ്വാസത്തോടു കൂടി കേരളം എടുക്കുന്നു. കാരണം അന്നം മലയാളിക്ക് മുടങ്ങില്ല എന്ന ആത്മവിശ്വാസമാണ് മന്ത്രി നമ്മോട് നേരിട്ടെത്തി പറഞ്ഞത്. വിയോജിപ്പുകൾ എന്തായാലും ഉണ്ടാകും. അതൊക്കെ തന്നെ ഏകോപിപ്പിച്ച് കേന്ദ്രത്തിന് മുന്നിലേക്ക് കൂടി സർവകക്ഷി സംഘം പോകട്ടെ. എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. MS കുമാറിൻ്റെയും ശരത്ചന്ദ്ര പ്രസാദിൻ്റെയും ഒക്കെ വാക്കുകൾ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത MS കുമാർ, ഒപ്പം ശരത്ചന്ദ്ര പ്രസാദ്, SR ശക്തിധരൻ, മിനിസ്റ്റർ നന്ദി അറിയിക്കും.